In this presentation, we are going to discuss about the topics aerated lagoons and upflow anaerobic sludge blanket reactor from Module 5. So what are aerated lagoons? ഒരു aerated lagoon അല്ലെങ്കിൽ aerated basin എന്ന് പറയുന്നത് നമ്മുടെ വേസ്റ്റ് വാട്ടറിൻ്റെ ബയോളജിക്കൽ ഓക്സിഡേഷൻ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആർട്ടിഫിഷ്യൽ എയറേഷൻ വെച്ചിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പോണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്സിജനേഷന് വേണ്ടിയിട്ട് എയറേറ്റഡ് ലഗൂൺസിൽ നമ്മൾ മെക്കാനിക്കൽ സർഫസ് എയറേറ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. ദിസ് ഫിഗർ ഷോസ് എ ടിപ്പിക്കൽ സർഫസ് ഓഫ് ആൻ എയറേറ്റഡ് ബേസിൻ. അപ്പോൾ നമ്മുടെ ഒരു എയറേറ്റഡ് ബേസിൻ്റെ ഒരു ഡയഗ്രാമാണ് ഈ ഫിഗറിൽ കൊടുത്തേക്കുന്നത്. ഓക്കെ, so next, there are two types of aerated lagoons: aerobic aerated lagoons and facultative aerated lagoons. So we can look what are these two. First one, aerated aerobic lagoons. So aerated aerobic lagoons dissolved oxygen throughout present ആയിരിക്കും. And compared to other lagoons, aerated aerobic lagoons കുറച്ചും കൂടി shallower ആയിരിക്കും. ആൻഡ് ഇത് അധികം ഫ്രീസ് ചെയ്യാത്ത സ്ഥലങ്ങൾ, അതായത് വാം സണ്ണി ക്ലൈമറ്റ്സ് ഒക്കെ ഉള്ള പ്ലേസസിലായിരിക്കും കൂടുതലായിട്ട് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ് HRT എന്ന് പറയുന്നത് 2 to 10 days ആണ്. HRT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് റെസിഡൻസ് ടൈമാണ്. അതായത് നമ്മുടെ എൻവയൺമെൻറ്റൽ ടോക്സിൻസിനെയും അല്ലാത്ത കെമിക്കൽസിനെയൊക്കെ ഗ്രൗണ്ട് വാട്ടറിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പറയുന്ന ടൈമാണ് ഹൈഡ്രോളിക് റെസിഡൻസ് ടൈം എന്ന് പറയുന്നത്. നെക്സ്റ്റ്, BOD റിമൂവൽ അല്ലെങ്കിൽ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡിൻ്റെ റിമൂവൽ കണ്ടന്റ് എന്ന് പറയുന്നത് 75 to 85%. അതേപോലെ സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ ഓർ SS കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 6 to 300 mg/L ആണ്. സോ വാട്ട് ആർ ദ യൂണിറ്റ്സ് ഓഫ് എയറോബിക് ലഗൂൺ? അപ്പോൾ നമ്മൾ എയറേറ്റഡ് ലഗൂൺസിൻ്റെ 2 യൂണിറ്റ്സ് ആണ് മെയിനായിട്ട് പറയുക: മെക്കാനിക്കൽ സർഫസും സെറ്റിലിംഗ് ടാങ്കും. സോ മെക്കാനിക്കൽ സർഫസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ടാങ്കിൻ്റെ ബോട്ടത്തിൽ പാർട്ടിക്കിൾസ് സെറ്റിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെക്കാനിക്കൽ സർഫസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സെറ്റിലിംഗ് ടാങ്കിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്പെൻഡഡ് സോളിഡ്സിനെയൊക്കെ റിമൂവ് ചെയ്യാനാണ് സെറ്റിലിംഗ് ടാങ്ക് കൊടുക്കുന്നത്. സെക്കൻഡ് വൺ ഇസ് ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസ്. ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസിൽ മെയിൻലി 3 types ഓഫ് സോൺസ് ആണുള്ളത്: എയറോബിക് സോൺ, അനേറോബിക് സോൺ ആൻഡ് ഫാക്കൽറ്റേറ്റീവ് സോൺ. സോ ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസിൻ്റെ കേസിൽ HRT ഹയർ ആയിരിക്കും. ബിക്കോസ് സോളിഡ്സ് സെറ്റിൽ ആകാനും അതേപോലെ പത്തജൻസ് ഒക്കെ പെട്ടെന്ന് ഡൈ ആവാനൊക്കെ ഒത്തിരി ടൈം റിക്വയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹൈഡ്രോളിക് റെസിഡൻസ് ടൈം ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസിൻ്റെ കേസിൽ ഹയർ ആയിട്ട് നിൽക്കുന്നത്. ഇനി ഡിറ്റൻഷൻ ടൈം എന്ന് പറയുന്നത് 3 to 5 days ആയിരിക്കും. ആൻഡ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് റിമൂവൽ എന്ന് പറയുന്നത് അറൗണ്ട് 75 to 90% ആയിരിക്കും. ആൻഡ് സസ്പെൻഡഡ് സോളിഡ്സിൻ്റെ കോൺസെൻട്രേഷൻ 30 to 150 mg/L ആയിരിക്കും. സോ ഈ ഫാക്കൽറ്റേറ്റീവ് എയറേറ്റഡ് ലഗൂൺസ് നമുക്ക് 2 രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാം: സീരീസ് ആൻഡ് ഇൻ പാരലൽ. സീരീസിൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സോളിഡ് മെറ്റീരിയൽസിന് സെറ്റിൽ ആകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതായത് ആൽഗെ പോലത്തുള്ള മെറ്റീരിയൽസ് എഫ്ലുവൻസ് ഒക്കെ ഡിസ്പോസ്ഡ് ആവുന്നതിന് മുന്നേ തന്നെ അത് സെറ്റിലാവും. പാരലലിൻ്റെ കേസാണെങ്കിൽ പാരലൽ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ നമ്മൾ കൂടുതലും കോൾഡ് ക്ലൈമറ്റ്സിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. So now let's look into the advantages of aerated lagoons. സോ നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള ലാൻഡ് അല്ലാതെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ലാൻഡ്സിലൊക്കെ നമ്മൾ എയറേറ്റഡ് ലഗൂൺസ് കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. ആൻഡ് കമ്പയർഡ് ടു അതർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, ദിസ് എയറേറ്റഡ് ലഗൂൺസ് റിക്വയർ ലെസ് എനർജി. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഈസിയാണ്. അടുത്ത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് എയറേറ്റഡ് ലഗൂൺസ്. സോ ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളുടെ എയറേറ്റഡ് ലഗൂൺസിന് കൂടുതൽ ലാൻഡ് ആവശ്യമാണ്. അപ്പോൾ കൺസ്ട്രക്ഷനൊക്കെ തന്നെ കൂടുതൽ സ്പേസ് എയറേറ്റഡ് ലഗൂൺസിന് ആവശ്യമുണ്ട്. സോ അതൊരു മെയിൻ ഡിസഡ്വാൻറ്റേജാണ്. ആൻഡ് കോൾഡ് ക്ലൈമറ്റ്സിൽ വരുമ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി ഭയങ്കര ലോ ആണ്. പിന്നെ ഇത് ഒരു ഓർഡർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അത് പിന്നീട് നമുക്കതൊരു നോയ്സൻസ് ആയിട്ട് ക്രിയേറ്റ് ആവാം. നമുക്ക് പിന്നെ അത് എന്താ പറയുക, ഒരുപാട് ഇഷ്യൂസ് അത് കാരണം ക്രിയേറ്റ് ആവും. ആൻഡ് ഇത് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ മോസ്കിറ്റോസും അല്ലാതെ ഇൻസെക്ട്സൊക്കെ വന്ന് ബ്രീഡിംഗ് പ്ലേസ് ആക്കിയിട്ട് ആസ് എ റിസൾട്ട് കൂടുതൽ ഡിസീസസും അങ്ങനെയൊക്കെ കണ്ടേജിയസ് ആയിട്ടുള്ള ഡിസീസൊക്കെ ഉണ്ടാവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്.
നെക്സ്റ്റ് ടോപ്പിക് UASP റിയാക്ടർ അല്ലെങ്കിൽ അപ്ലോ ആൻഡ്രോബിക് സ്ലഷ് ബ്ലാങ്കറ്റ് റിയാക്ടർ. ഇത് 1970s നെതർലാൻഡ് പ്രൊഫസർ ജി ലെറ്റിൻകയാണ് ഇത് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ആൻഡ്രോബിക് ബാക്ടീരിയസ് യൂസ് ചെയ്ത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി മോസ്റ്റ് പോപ്പുലർ മെത്തേഡാണ് UASP റിയാക്ടർ. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു സിംഗിൾ ടാങ്ക് ആൻഡ്രോബിക് ഡൈജസ്റ്റർ എന്നും പറയാറുണ്ട്. ഇത് എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ മുനിസിപ്പൽ സീവേജ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റിനൊക്കെയാണ്. ഈ ഒരു സ്ലൈഡിൽ UASP റിയാക്ടറിൻ്റെ ഒരു ഡയഗ്രാമാറ്റിക് റിപ്രസെൻറ്റേഷനാണ് കാണിച്ചിട്ടുള്ളത്. UASP റിയാക്ടറിലെ വേരിയസ് കോമ്പണൻസ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്ലഷ് ബെഡ്, സ്ലഷ് ബ്ലാങ്കറ്റ്, അതേപോലെ ഗ്യാസ് സോളിഡ് സെപ്പറേറ്റർ എക്സെട്ര. ഒരു ബയോകെമിക്കൽ റിയാക്ഷന് ശേഷം നമുക്ക് കിട്ടുന്ന റിലീസ് ചെയ്യുന്ന പ്രോഡക്റ്റ് 5% ഓഫ് ബയോമാസ് അല്ലെങ്കിൽ സ്ലഡ്ജും 95% ഓഫ് ബയോഗ്യാസുമാണ്. മീത്തേൻ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോമ്പിനേഷനാണ് ബയോഗ്യാസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, സോൺസ് ആൻഡ് കോമ്പണൻസ്. UASP റിയാക്ടറിന് മെയിൻലി 4 സോൺസ് അല്ലെങ്കിൽ കോമ്പണൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ, ഇൻലെറ്റ് സോൺ. നമ്മുടെ വേസ്റ്റ് വാട്ടർ UASP റിയാക്ടറിലോട്ട് എൻ്റർ ചെയ്യുന്ന സോണിനെയാണ് ഇൻലെറ്റ് സോൺ എന്ന് പറയുന്നത്. അവിടെ വേസ്റ്റ് വാട്ടർ യൂണിഫോംലി ആയിട്ടായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഓർ റിയാക്ഷൻ സോൺ. വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്ററും UASP റിയാക്ടറിലുള്ള ആൻഡ്രോബിക് ബാക്ടീരിയസ് തമ്മിൽ റിയാക്ഷൻ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സോണിനെയാണ് റിയാക്ഷൻ സോൺ എന്ന് പറയുന്നത്. തേർഡ് വൺ, സെറ്റിലിംഗ് സോൺ അല്ലെങ്കിൽ ക്ലാരിഫയർ സോൺ. നമ്മൾ റിയാക്ഷൻ ടൈമിൽ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആണ് സ്ലഡ്ജ്. സോ ഈ സ്ലഡ്ജ് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന സോണിനെയാണ് സെറ്റിലിംഗ് സോൺ അല്ലെങ്കിൽ ക്ലാരിഫയർ സോൺ എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ഈസ് GLSS ഓർ ഗ്യാസ് ലിക്വിഡ് സോളിഡ് സെപ്പറേറ്റർ. ഈ ഒരു റിയാക്ഷൻ ടൈമിൽ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് ബയോഗ്യാസ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് എഫ്ലൂവൻ്റ് ആയിട്ട് പൈപ്പ് റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ലഡ്ജ് അല്ലെങ്കിൽ സോളിഡ് ഫോം അത് സെറ്റിൽ ഡൗൺ ചെയ്യുന്നുണ്ട്. സോ ഈ ഗ്യാസ് ലിക്വിഡ് സോളിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് GLSS അല്ലെങ്കിൽ ഗ്യാസ് ലിക്വിഡ് സോളിഡ് സെപ്പറേറ്റർ. ദെൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സ്ക്രീനിങ്ങിന് ശേഷം വേസ്റ്റ് വാട്ടർ UASP റിയാക്ടറിൻ്റെ ബോട്ടം പോർഷൻ വഴി UASP റിയാക്ടറിലോട്ട് എൻ്റർ ചെയ്യും. ദെൻ അത് അപ്വേർഡ് ഡയറക്ഷനോട്ട് ഫ്ലോ ചെയ്ത് സസ്പെൻഡ് സ്ലഷ് ബ്ലാങ്കറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ സോണിലോട്ട് എൻ്റർ ചെയ്യും. അവിടെ UASP റിയാക്ടറിലുള്ള ആൻഡ്രോബിക് ബാക്ടീരിയാസ് വേസ്റ്റ് വാട്ടറിലുള്ള ഓർഗാനിക് മാറ്റേഴ്സിനെ ഡിക്കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു റിയാക്ഷൻ പ്രോസസ്സിൽ കിട്ടുന്ന സോളിഡ് അല്ലെങ്കിൽ സ്ലഡ്ജ് ക്ലാരിഫയർ സോണിലോട്ട് സെറ്റിൽ ഡൗൺ ചെയ്യും. ദെൻ ഈ ഗ്യാസ് ബബിൾസ് അല്ലെങ്കിൽ ബയോഗ്യാസ് അപ്വേർഡ് റീജിയനിലോട്ട് മൂവ് ചെയ്യും. ടോപ്പ് മോസ്റ്റ് പോർഷനിൽ ഗ്യാസ് ലിക്വിഡ് സോളിഡ് സെപ്പറേറ്റർ അല്ലെങ്കിൽ GLSS ഉണ്ട്. അത് സോളിഡ് അല്ലെങ്കിൽ ലിക്വിഡിന് മോഷൻ പ്രിവെൻറ്റ് ചെയ്തിട്ട് ബയോഗ്യാസിന് എസ്കേപ്പ് ചെയ്ത് കളക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, ഹൈ റിഡക്ഷൻ ഓഫ് BOD ലെവൽ. ഈ ഒരു പ്രോസസ്സ് വഴി നമുക്ക് BOD ലെവൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ലെവൽ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. സെക്കൻഡ് വൺ, ഏബിൾ ടു വിത്ത്സ്റ്റാൻഡ് ഹൈ ഓർഗാനിക് ലോഡിംഗ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. തേർഡ് വൺ, ലെസ് സ്ലഡ്ജ് പ്രൊഡക്ഷൻ. ഈ ഒരു പ്രോസസ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ജസ്റ്റ് 5% ഓഫ് സ്ലഡ്ജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി 95% മീത്തേൻ ആയിരിക്കും. സോ നമുക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും ഈ ഒരു പ്രോസസ്സ് വഴി. ഫോർത്ത് വൺ, ബയോഗ്യാസ് പ്രൊഡ്യൂസ് യൂസ്ഡ് എനർജി. ഈ പ്രോസസ്സിൽ കിട്ടുന്ന വൺ ഓഫ് ദി ബൈ പ്രോഡക്റ്റ് ബയോഗ്യാസ് ആണ്. സോ ആ ബയോഗ്യാസ് നമുക്ക് അതർ ഫോംസ് ഓഫ് എനർജിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രിസിറ്റി പ്രൊഡക്ഷൻ, അങ്ങനെ കുറേ ഫോംസ് ഓഫ് എനർജിക്ക് വേണ്ടി ബയോഗ്യാസ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദെൻ ലോ ലാൻഡ് ഡിമാൻഡ്. ഈ ഒരു UASP റിയാക്ടർ യൂഷ്വലി അണ്ടർഗ്രൗണ്ടിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ സർഫസ് ലാൻഡ് ഡിമാൻഡ് കുറവായിരിക്കും. ഡിസഡ്വാൻറ്റേജ്. ഫസ്റ്റ് വൺ, മേ ബി അൺസ്റ്റേബിൾ വിത്ത് വേരിയബിൾ ഹൈഡ്രോളിക് ആൻഡ് ഓർഗാനിക് ലോഡിംഗ്. ഇതിൽ നമ്മൾ ഹൈഡ്രോളിക്കും ഓർഗാനിക് ലോഡിങ് കോൺസ്റ്റൻ്റ് അല്ല, വേരി ചെയ്യും. സോ അത് കാരണം ആ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആവാൻ ചാൻസ് ഉണ്ട്. സെക്കൻഡ് വൺ, റിക്വയർസ് ഓപ്പറേഷൻസ് ആൻഡ് മെയിൻ്റെനൻസ് ബൈ സ്കിൽഡ് പേഴ്സൺസ്. ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്കിൽഡ് ലേബേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ലേബർ ചാർജ് കൂടും. തേർഡ് വൺ, റിക്വയർസ് ലോങ് സ്റ്റാർട്ടപ്പ് ടൈം. ഈ UASP റിയാക്ടറിൽ ബയോകെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ടൈം ലാഗ് ഉണ്ട്. സോ സ്റ്റാർട്ടപ്പ് ടൈം കൂടുതലായിരിക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ, റിക്വയർസ് കോൺസ്റ്റൻറ്റ് സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി.
കോൺസ്റ്റൻറ്റ് സപ്ലൈ ഓഫ് എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ട്.